അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാസ്തയാണ്. അതിന് നമ്മൾ വഴുതനങ്ങ, നമ്മുടെ മെലൻസാൻ എന്ന് പറയുന്നത്, പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി, പാസ്ത ഇൻ്റഗ്രൽ, നമ്മൾ ഗോതമ്പിൻ്റെ പാസ്ത എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി പേസ്റ്റ് കേട്ടോ. ഇത്രയും പിന്നെ ആവശ്യത്തിന് ഒലിവ് ഓയിൽ, ഇത്രയാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇത് കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് അത് പാസ്ത ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ മെലൻസാന നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കാനായിട്ട് പോകാം. ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തീ കത്തിക്കാം. അവിടെ ഒരു പാത്രത്തിനകത്ത് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പാസ്ത ഇട്ട് വേവിക്കാൻ വേണ്ടിയാണ്. നമുക്ക് പാത്രത്തിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ആവശ്യത്തിന് ഒഴിക്കാം. ഒലിവ് ഓയിൽ നമുക്ക് ചെയ്ത് ഒഴിച്ചേക്കാം. ഓക്കെ, ഒലിവ് ഓയിൽ ഒഴിച്ചു. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അത് ചതച്ചിട്ടെടുക്കണം. ഒലിവ് ഓയിൽ ഒന്ന് ചൂടാവട്ടെ. ഓക്കെ, ഒലിവ് ഓയിൽ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി രണ്ടായിട്ട് കീറിയിട്ട് അതിട്ട് കൊടുക്കാം. രണ്ടായിട്ട് മുറിച്ചിട്ട് അതിട്ട് കൊടുത്തു. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ വഴുതനങ്ങ മെലൻസാന ഒന്ന് എടുത്തിട്ട് വാട്ടി വെക്കണം. അപ്പോൾ നമുക്ക് മെലൻസാന കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മെലൻസാന ഒരുവിധം ഒന്ന് വാടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി പേസ്റ്റ് ഒഴിച്ച് നോക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇന്നത്തെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ തക്കാളി പേസ്റ്റ് ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടി പിടിക്കാതിരിക്കും വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. തീ ഒന്ന് സ്ലിമ്മിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. 2 മുതൽ 5 മിനിറ്റ് വരെയും കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഏകദേശം നല്ല രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി പേസ്റ്റ് ഒഴിക്കാം. ഓക്കെ, തക്കാളി പേസ്റ്റ് ഒഴിച്ചിട്ട് പകുതി ഒഴിച്ചെടുക്കാം. ഓക്കെ, ഇനി നന്നായിട്ടത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളി കിടന്ന് നന്നായിട്ട് വേവട്ടെ, ശരിക്കും കിടന്ന് വേവണം. ഇതിനടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഏകദേശം 10-15 മിനിറ്റ് തക്കാളി വേവട്ടെ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് പാസ്ത ഇടാം. ഇത് നമുക്ക് നേരെ മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് സ്ലിമ്മിൽ വേണം എപ്പോഴും വേവിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിനി അടച്ചു വെക്കാം. അപ്പുറം നമുക്ക് പാസ്ത മുക്കിടാം. നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഓക്കെ, അത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പിട്ടിട്ട് സ്ലിമ്മിലൊരു 10 മിനിറ്റ് വേവട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളത്തിലേക്ക് നമുക്ക് പാസ്ത ഇടാം. ഒരാൾക്ക് 100 ഗ്രാം പാസ്തയുടെ കണക്കാണ്. ഓക്കെ, പാസ്ത എടുത്തിട്ട് പാസ്തയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എപ്പോഴും വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വേണം പാസ്തയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക വെള്ളത്തിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേവണം. ഇതിൻ്റെ ടൈം നോക്കണം. ഈ പാസ്ത ഇൻ്റഗ്രൽ പാസ്ത എടുപ്പോൾ അത് വേവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. 12 മിനിറ്റാണ് ഇതിൻ്റെ വെയിറ്റ് ടൈം. അപ്പോൾ നന്നായിട്ട് വേവട്ടെ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇത് ഇൻ്റഗ്രൽ പാസ്തയാണ്. ഓക്കെ, സാധാരണ പാസ്തയല്ല, മൈദ കൊണ്ടുള്ള പാസ്തയാണ്. ഇത് ഗോതമ്പ് കൊണ്ടുള്ള പാസ്തയാണ് കേട്ടോ. ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണ്. അപ്പം നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് വേവട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. എന്തായി തുറന്ന് നോക്കാം. ഓക്കെ, നല്ല രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇവിടെ പാസ്ത വെള്ളം കൊടുത്ത് ഇതിനകത്തേക്ക് ഇടാം. ഉപ്പൊക്കെ നോക്കുക, ഉപ്പൊക്കെ പാത്രമുണ്ട്. ഇനി നമുക്കൊരു ഓട്ടപാത്രം എടുത്തിട്ട് ഓട്ടപാത്രം ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ പാസ്ത ഊറ്റാം. പാസ്ത നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. പാസ്തയുടെ വേവ് അറിയാൻ വേണ്ടി ഇതുണ്ടോ. പാസ്ത എടുത്തിട്ട് കടിച്ച് നോക്കിയത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് പാസ്ത ഇത് ഓർഡർ എടുത്തിട്ട് കടിച്ച് നോക്കുക. ഉണ്ടോ, ഇതിൻ്റെ അറ്റം കണ്ടോ വെന്തിട്ടുണ്ടെങ്കിൽ
വെന്തിട്ട് ഇതിൻ്റെ അറ്റം കണ്ടോ, വെന്തിട്ടില്ലെങ്കിൽ പച്ച കളറായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. അപ്പോൾ നമുക്കിത് തുറക്കാം. ഇതിലേക്ക് നമുക്ക് പാസ്ത ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ പാസ്ത ഇതിനകത്ത് മിക്സ് ചെയ്യാം. നന്നായിട്ട് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ പാസ്ത ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളം ഒഴിക്കാം. ഇതിനകത്ത് ചൂടുവെള്ളമാണ്. അല്പം ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അത് തണുപ്പ സമയമാണ്, അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന പാസ്തയാണിത്. പിന്നെ നമുക്ക് നമ്മുടെ ടേബിളിലേക്ക് സെർവ് ചെയ്യാം. ശേഷം അല്പം പഞ്ചാര ഇതിൻ്റെ മുകളിലേക്ക് വീഴുകയാണെങ്കിൽ സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് നമുക്ക് 2 മിനിറ്റ് അടച്ചു വെക്കാം. തക്കാളിയുടെ പുളിപ്പും മെലൻസാനയുടെ ടേസ്റ്റും എല്ലാം പാസ്തയിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിനി നേരെ ടേബിളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ പാസ്ത സെർവ് ചെയ്യാം. ഓക്കെ, നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഫോർമാജോടെ നമുക്കിടാം. അപ്പോൾ ഫോർമാജോ എടുത്ത് സ്പൂണൊക്കെ എടുത്തിട്ട് അല്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബോൺ അപ്പറ്റിറ്റോ.